ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. പ്രവീൺ പ്രണവ് എന്ന ഫാമിലി വ്ളോഗിംഗ് യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിലെ ഫാമിലി വ്ളോഗിംഗ് കാണുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചാനലാണ് ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നവർക്കിടയിൽ ആ ഒരു ഫാമിലിയെയും ആ ഒരു ചാനലിനെയും ഒക്കെ അവർ ചെയ്യുന്ന ആ ഒരു കണ്ടന്റും ഒക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ ആ ഒരു വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു പ്രത്യേക രസമാണ് അവരുടെ ആ ഒരു പരിപാടികളൊക്കെ. അച്ഛനും അമ്മയും മക്കളും മരുമകളും ഒക്കെ അടങ്ങി അവരുടെ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഒരു ചാനലിന്റെ വ്യൂസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാര്യം മനസ്സിലാവും, ആളുകൾക്ക് അവരോടുള്ള ആ ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന്. ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അവരുടെ ഓരോ വീഡിയോസും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുടെ കാര്യം എടുത്താൽ ആ ഒരു വ്ളോഗ് കാണുന്ന പ്രേക്ഷകരെല്ലാം ഇവരുടെ സ്വന്തം ഫാമിലി പോലെ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഫാമിലിയെ മുഴുവനായിട്ട് കാണുന്നത്. അവരുടെ ഓരോ അപ്ഡേറ്റിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ കാത്തിരിക്കും. അതിപ്പോൾ അവരുടെ യാത്രകളാവട്ടെ, പുതിയ വാഹനം വാങ്ങുന്നതാവട്ടെ, വീട് വെക്കുന്നത്, എൻഗേജ്മെന്റ്, കല്യാണം, അത് കഴിഞ്ഞ് അവരുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞു വരുന്നത്, അങ്ങനെ എല്ലാം പ്രേക്ഷകർ കാത്തിരിക്കും. അതിനവർ സ്വന്തം ഫാമിലിയിൽ തന്നെ നടക്കുന്ന ഒരു കാര്യം പോലെ ആയിരിക്കും അതെല്ലാം കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലുള്ളവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതും സ്വന്തം പ്രശ്നം പോലെ തന്നെ നോക്കി കാണുകയും ചെയ്യും. പ്രേക്ഷകർക്ക് ആ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ പേഴ്സണൽ ഫേവററ്റുകൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് ചേട്ടനെ ആവാം ഇഷ്ടം, ചിലർക്ക് അനിയനോട് ഇഷ്ടം തോന്നാം, ചിലർക്ക് അച്ഛനെ അമ്മേനെയൊക്കെ ആയിരിക്കും ഇഷ്ടം. എന്ത് തന്നെയായാലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് അതിനകത്ത് ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ആ ഒരു ഫാമിലിയിൽ വന്നാൽ പ്രേക്ഷകർ അതെടുത്ത് ചോദ്യം ചെയ്യുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. പിന്നെ അവിടെ ശരിയും തെറ്റും കണ്ടുപിടിക്കലായി, കുറ്റപ്പെടുത്തലായി, അങ്ങനെ പോകും കാര്യങ്ങൾ. പ്രേക്ഷകർ ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിലായിരിക്കും. ഇതൊന്നും കൂടാതെ അവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ ഈ ഫാമിലിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വീഡിയോസ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഈ പ്രവീൺ പ്രണവിന്റെ ചാനലിന്റെ കാര്യം എടുത്താൽ റീസെന്റ് ആയിട്ട് ആ ഫാമിലി ഒരു കുഞ്ഞുവാവ ഉണ്ടായി. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വ്ളോഗായിട്ട് ചാനലിൽ വന്നതായിരുന്നു. ആ ഒരു വ്ളോഗിങ് നടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അവർ പോയത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ കമന്റിലൂടെ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഉൾപ്പെടെയുള്ള പല വീഡിയോസും അതിനകത്തെല്ലാം ഈ പറയുന്ന ബ്രദറായ കൊച്ചു, പിന്നെ അച്ഛൻ, അമ്മ എന്നിവരെ ഒന്നും കാണാത്തതിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രേക്ഷകർ അവരുടെ വീഡിയോയ്ക്ക് ഇടയിൽ കമന്റിലൂടെ ചോദിക്കാറുണ്ടായിരുന്നു. സഹോദരനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കാണാതെ വന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നി തുടങ്ങി. അവർ അതിനെപ്പറ്റി കമന്റുകളുടെ രൂപത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആശുപത്രിയിലെ തിരക്കുകളും അതുപോലെ തന്നെ അമ്മയെയും കുഞ്ഞിനെയൊക്കെ നോക്കുന്നതിന്റെ മറ്റു തിരക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഈ പറയുന്ന പ്രവീണിന് പ്രേക്ഷകരുടെ ഈ ഒരു ചോദ്യങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഒരു ഉത്തരമോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവർ എക്സ്പ്ലനേഷൻ എന്നൊരു വീഡിയോ പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ വന്നു. ആ ഒരു വീഡിയോയിൽ ആദ്യം അവർ പറയുന്നത് ഡെലിവറി സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത്ര മോശം ഹോസ്പിറ്റലൊന്നും അല്ല. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ, ഈ പ്രഗ്നൻസി റിലേറ്റഡ് കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു അതെന്നും വൈഫിന്റെ സഹോദരി ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയതെന്നും അതുകൊണ്ട് വൈഫ് മൃദുല സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൃദുലയുടെ ആ ഒരു ആഗ്രഹത്തിനൊപ്പം അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിനൊപ്പം നിന്നു ആണ് ആ വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോശമാണെന്നുള്ള ധാരണയിലാണ് ഇപ്പോഴും ഒരുപാട് പേര് ഇരിക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കേട്ടുകേൾവിയിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ എല്ലാം നിലവാരം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ചികിത്സയും ചികിത്സാ രീതികളും ഉന്നത നിലവാരത്തിലുള്ള ഹോസ്പിറ്റലുകളോട് കിടപിടിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുകളിൽ നിൽക്കുന്നവയാണെന്ന് വേണം പറയാൻ. കൂടാതെ അതിനൊത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരും ഉണ്ട്. ഇതെല്ലാം പറയുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. എനിവേ, അടുത്തതായിട്ട് ആ വീഡിയോയിൽ പറയുന്നത് കൊച്ചുവിനെയും അച്ഛനെയും അമ്മയെയും ഇവരുടെ വീഡിയോസിൽ കാണാത്തതിനെ പറ്റിയുള്ള ഒരു ചോദ്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷനാണ്. ആരും റോബോട്ടുകളൊന്നുമല്ല, വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെയുള്ള പച്ചയായ മനുഷ്യരാണ് ഞങ്ങൾ എന്നുമാണ് അവർ ആദ്യം പറഞ്ഞത്. പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യവും എല്ലായിടത്തും ഉള്ളതുപോലെ അവരുടെ അടുത്തും അവരുടെ കുടുംബത്തിനും ഉണ്ടെന്നും അത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു. അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ദേഷ്യങ്ങളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ വിഷമങ്ങൾ കാണിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഫാമിലി വ്ളോഗിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വന്ന് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ള കാര്യം ഒരു സത്യമാണ്. പക്ഷേ ഈ ഫാമിലി പറയുന്നത് അവരുടെ വിഷമങ്ങളും ദേഷ്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പം നമ്മളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവർ പറഞ്ഞ
പറഞ്ഞത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പക്ഷേ എല്ലാ വ്ളോഗർമാരും ഇങ്ങനെയൊന്നും അല്ല എന്ന് നമുക്കറിയാം. കാരണം പ്രശ്നങ്ങൾ മാത്രം അല്ലെങ്കിൽ വിഷമങ്ങൾ മാത്രം അതും അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് മാത്രം കണ്ടന്റായി ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുന്ന ചാനലുകൾ നമുക്കറിയാം. പക്ഷേ ഈ ചാനലിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഹാപ്പി മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാനാണ്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആ ഒരു വൈബ് തന്നെയല്ലേ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും അവരെല്ലാം ഇത്രയധികം നമുക്ക് ഇഷ്ടപ്പെടാനൊക്കെ കാരണമായതൊക്കെ. പിന്നെ എന്തിനാണ് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുത്തിക്കയറി വെട്ടിമുറിച്ച് അതിൻ്റെ എല്ലാം പുറകെ പോകുന്നത്? അവരവരുടെ പാട്ടിന് വിട്ടിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന നല്ല കണ്ടന്റ് ഒക്കെ നമുക്ക് കാണാമല്ലോ, നമുക്കതുപോലെ. അവരതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയ ചില സമയത്ത് ഒരു വില്ലനാണ്. അവർ ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, പക്ഷെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ കാണാൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് കമന്റ് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പം നെഗറ്റീവ് കമന്റ്സ് ആണ് ഇടുന്നത്. ഈ കാര്യമെല്ലാം വളരെ വിഷമത്തോടെ പറഞ്ഞത് മൃദുലയാണ്. പിന്നീട് പ്രവീൺ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ വീട്ടിൽ വന്ന് കയറിയ പെണ്ണിനെ പറ്റി പറയുന്നതിനെയാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ടെന്നാണ് ഞാൻ ഓർത്തു പോകുന്നത്. നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് വന്നു കയറിയ പെണ്ണിന്റെ മേലെ അതിൻ്റെ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കമന്റ് ബോക്സിലാണ് ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ആ ഒരു ചാനലിന് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനുവേണ്ടി ഡ്രാമ കാണിക്കേണ്ട കാര്യം അവർക്കില്ലെന്നും അവർ രണ്ടുപേരും പറഞ്ഞു. പ്രവീൺ പറയുന്നത് ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൂടി ഇതിനു മുമ്പ് കടന്നുപോയിട്ടില്ല. സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഒരുമിച്ച് വന്ന ഒരു മാസമായിരുന്നു ഈ കഴിഞ്ഞുപോയത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഫാമിലി ഇഷ്യൂവും ഒപ്പം ഹോസ്പിറ്റൽ ആവശ്യങ്ങളും ഡെലിവറിയും വ്ളോഗിങ്ങും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു സൈഡിൽ സന്തോഷവും മറു സൈഡിൽ ഈ നേരത്തെ പറഞ്ഞ വീട്ടിലെ പ്രശ്നങ്ങളും കൂടെ ആയപ്പോൾ ആകെ സ്റ്റക്കായി പോയെന്നാണ് പ്രവീൺ ശരിക്കും ഉദ്ദേശിച്ചത്. പിന്നീട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിലെ ഒരു ചർച്ചയിലേക്ക് വഴിവെച്ചത്. നിലവിൽ അഡ്രസ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പ്രവീൺ ഉള്ളതെന്നും കുഞ്ഞ് ജനിച്ചപ്പോൾ എന്ത് അഡ്രസ്സ് എഴുതണം എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നും പ്രവീൺ പറഞ്ഞു. ഈ ഒരു സംഭവം വളരെയധികം കോൺട്രവേഴ്സിക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യത്തെ പറ്റിയാണ് പ്രവീൺ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രയ്ക്കൊക്കെ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് സ്വന്തം വീട് അല്ലെങ്കിൽ വീട്ടുകാരൊന്നും ഇല്ലാതാവില്ല പ്രവീണൻ. നമ്മളിപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ എത്തി അല്ലെങ്കിൽ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ പല വീടുകളൊക്കെ ചിലപ്പോൾ വെച്ചേക്കാം. ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടീസും വാങ്ങിക്കുകയും വീടോടുകൂടി പ്രോപ്പർട്ടീസ് വാങ്ങിക്കുകയൊക്കെ നമ്മൾ ചെയ്തേക്കാം. എന്നാൽ ഇപ്പം നമുക്കുള്ള വീട്, നമ്മുടെ അഡ്രസ്സ്, അതെല്ലാം പിണക്കങ്ങളുടെ പുറത്ത് ഇല്ലാതാവില്ലല്ലോ. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പ്രവീണിൻ്റെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ കൊച്ചുവിനോടും ഒക്കെ ഒരുപാട് പേർക്ക് ദേഷ്യം തോന്നിയേക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവരെ സോഷ്യൽ മീഡിയയുടെ ഒരു ബുള്ളിങ്ങിലേക്ക് വലിച്ചിടുന്ന പോലെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരിക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രവീണിന് ഇഷ്ടമുള്ളവർ ഒരുപക്ഷെ ബാക്കിയുള്ളവരെ നേരെ തിരിഞ്ഞേക്കാം. പിന്നീട് പ്രവീൺ പറഞ്ഞത് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്തു നിന്ന് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന രീതിയിൽ കൈയടിക്കുമായിരിക്കും. എന്താണേലും അച്ഛനാണ്, അമ്മയാണ്, അനിയനാണ്, എന്തു വന്നാലും അതെല്ലാം നമ്മളെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പ്രവീൺ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിലും എല്ലാം മാറും, പഴയ പോലെ ആവും എന്നും പ്രവീൺ പറഞ്ഞു. പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ അച്ഛനാണ്, അമ്മയാണ്, അനിയനാണ്. ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് തന്നെയായാലും അത് സംസാരിച്ച് തീർക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. ഇപ്പൊ പ്രവീൺ ഒരു വാടക വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വീടുകൾ പോയി കാണാറുണ്ടെന്നും ഉടനെ തന്നെ ഒരു വീട് ശരിയാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ഇത്രയും നാൾ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ തളർത്തുന്നുണ്ട്. എന്നാലും എല്ലാം ശരിയാകുമെന്നും പ്രവീൺ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റാതെ വേറൊരു വീട്ടിലേക്ക് പോവുക അത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പൊ അവർക്കിടയിലുള്ള പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമാണ് ശരിക്കും പറഞ്ഞാൽ പ്രവീൺ പറഞ്ഞത്. ഇതെല്ലാം പ്രവീൺ പറഞ്ഞ പോലെ താൽക്കാലികമാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഈഗോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ചിരുന്നൊന്ന് സംസാരിച്ചാൽ തന്നെ ഇതെല്ലാം മാറാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പിണക്കങ്ങളെല്ലാം കൂടപ്പിറപ്പും അച്ഛനും അമ്മയൊക്കെ അല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊറുക്കാനും മറക്കാനും കൂടെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഇവർക്കല്ലാതെ മറ്റാർക്ക് പറ്റും? എല്ലാം സെറ്റാക്കിയിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു വീഡിയോസ് ഒക്കെ വീണ്ടും നമ്മളിലേക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നീട് കുറെ കമന്റുകൾ വന്നത് പ്രവീൺ എന്തിനാണ് എപ്പോഴും മൃദുലയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനൊന്നും പ്രവീൺ അഡ്രസ്സ് ചെയ്യേണ്ട പോലും കാര്യമില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയൊക്കെ കൂടെ നിൽക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും ആ ഒരു കമന്റ് ചെയ്തതെന്ന് വേണം പറയാൻ. പ്രവീൺ പറഞ്ഞത് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രവീണായിട്ട് തീർത്തോളാം എന്നാണ്. എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നല്ല വേറൊന്നും ഈ അവസരം
അവസരത്തിൽ പറയാനില്ല. കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കാമെന്നും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് അങ്ങനെ ആവാമെന്നും പ്രവീൺ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റട്ടെ. പ്രവീൺ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പ്രണവിനും അച്ഛനും അമ്മയ്ക്കും എതിരെ ശക്തമായ സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കേൾക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കൊച്ചുവും അച്ഛനും അമ്മയും ചേർന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ ഇട്ട ആ ഒരു വീഡിയോയുടെ മറുപടി അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ്, ഒരുപാട് ലെങ്തി ഒന്നും അല്ലാത്ത ഒരു വീഡിയോ പ്രണവ് കൊച്ചു എന്ന ചാനലിൽ ദിസ് ഈസ് റിയാലിറ്റി എന്ന പേരിൽ വന്നത്. പ്രണവിന്റെ ആ ഒരു വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രവീൺ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു. അതിനുശേഷം പ്രണവിന്റെ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു സൈഡ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ എന്നാണ് പ്രണവ് പറയുന്നത്. പ്രവീണിന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പ്രണവ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ അൺലിസ്റ്റ് ആക്കി ആദ്യം കൊടുത്തപ്പോൾ പ്രവീണിന് ഇപ്പോൾ ഒരു അഡ്രസ് ഇല്ല എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഒഴിവാക്കാൻ ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ഒഴിവാക്കില്ല, അങ്ങനെ തന്നെ ഇടുമെന്ന് പ്രവീൺ മറുപടിയും കൊടുത്തിരുന്നു. ആ ഒരു ഭാഗം എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവീൺ അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് പ്രവീൺ നേരത്തെ തന്നെ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതേ അഡ്രസ്സ് തന്നെയാണ് കുഞ്ഞിനും കൊടുത്തതെന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോയിൽ പ്രണവ് പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലായി പോകും. പ്രവീണിന് വേറെ ഏത് വീടാണുള്ളത്? ഇത് തന്നെയല്ലേ അവന്റെ വീട്, എന്റെയും വീട് ഇത് തന്നെയാണ്, ഇതാണ് നമ്മുടെ കുടുംബം എന്നാണ് പ്രണവ് പറയുന്നത്. പ്രവീൺ ആ ഒരു വീട് വിട്ടുപോയതിലും മാറി നിൽക്കുന്നതിലും എല്ലാം ഇവരെല്ലാം നല്ലപോലെ വിഷമിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയുടെ ഓവറോൾ ഒരു ഫീലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞിന് അവരുടെ വീടിന്റെ തന്നെ അഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല എന്നും അവർ പറഞ്ഞു. ഇവരുടെ അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ മറുപടിയൊന്നും പറയാൻ അച്ഛന് പറ്റുന്നില്ല. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ല. ആളുകളുടെ മുന്നിൽ അവർ അത്രയും നെഗറ്റീവ് ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. എന്തിനാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങനെ പ്രശ്നത്തിലാക്കുന്നതെന്ന് അറിയില്ല എന്നാണ് പ്രണവ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നാട്ടുകാരാണെങ്കിലോ പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ. പ്രവീൺ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്നെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞെങ്കിലും ആ ഒരൊറ്റ സെന്റൻസ്, എനിക്കിപ്പോൾ ഒരു അഡ്രസ്സ് ഇല്ല, കുഞ്ഞിന് എന്ത് അഡ്രസ്സ് കൊടുക്കുക എന്നറിയാൻ പാടില്ലാതെ ഞാൻ സ്റ്റക്കായി പോയി എന്നെല്ലാം പറഞ്ഞത് തീർച്ചയായിട്ടും പ്രവീണിന്റെ അച്ഛനെയും അമ്മയെയും അനിയനെയും സൈബർ ബുള്ളിങ്ങിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ മുമ്പിലുള്ള ഈ വക ചോദ്യങ്ങളിലേക്കൊക്കെ വലിച്ചിടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രവീണിന് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നുവെന്നും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ആയി വരുമ്പോൾ വീണ്ടും ഓരോന്ന് നിന്ന് തലയിൽ കൊണ്ടിടുകയാണെന്നെല്ലാം പ്രണവ് പറഞ്ഞു. പ്രണവിനെ പറ്റി ഇപ്പം എന്ത് പറഞ്ഞാലും അച്ഛനെയും അമ്മയും പറ്റി അതും ഇതും പറയാതിരിക്കുക. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ അവർ നിന്നിട്ടുള്ളൂ. ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിലും നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. മക്കൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിലും അവരുടെ അച്ഛനും അമ്മയും ഒരിക്കലും നിൽക്കില്ല, ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രണവ് അതിനെപ്പറ്റി പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് ഒരു വിശ്വാസമാണ്. വീടിനുള്ളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ടത് ആ ഒരു വിശ്വാസമാണ്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പ്രണവിന് ഈ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടി വരുന്നത്. നമുക്കൊന്നും ഒരിക്കലും ലൈഫിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും പറയേണ്ടി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പ്രണവിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പരസ്പരമുള്ള ഈ ഒരു വിശ്വാസത്തെ പറ്റിയൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 1.5 മാസത്തോളമായിട്ട് ഈ പ്രണവ് വീട്ടിൽ തന്നെയാണെന്നും വേറെ ഒന്നിനും പോകാറില്ലെന്നും ഒന്നും ചെയ്യാൻ പറ്റാറില്ലെന്നും പറയുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രവീൺ ഒരിക്കലും തൻ്റെ ചേട്ടനാവാതിരിക്കില്ല. അതുപോലെ തന്നെ പ്രവീണിന്റെ അനിയനാണ് പ്രണവ് എന്നും ശബ്ദം ഇടറിക്കൊണ്ടാണ് ആ വീഡിയോയിൽ പ്രണവ് പറയുന്നത്. ചേട്ടനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ അവർക്കിടയിലുള്ളത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നതിൻ്റെ ആ വിഷമമാണ് ആ ഒരു ഫാമിലിയിൽ മുഴുവൻ നമുക്ക് ആ ഒരു വീഡിയോയിൽ മുഴുനീളം നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അത് പ്രണവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പ്രണവ് പറഞ്ഞു വരുമ്പോൾ പ്രണവിൻ്റെ അടുത്ത് പ്രവീൺ ചെയ്തതൊന്നും ശരിയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാത്തിടത്തോളം കാലം നമ്മൾ ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കാൻ നിൽക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരാളുടെ പക്ഷം ചേർന്ന് മറ്റേയാളെ മോശമാക്കാൻ പോകാതിരിക്കുക എന്നതാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മിനിമം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ദയവ് ചെയ്ത് വെറുതെ വിടൂ എന്നാണ് പ്രണവ് പറയുന്നത്. യൂട്യൂബിലെ വീഡിയോ ചെയ്ത് പൈസ സമ്പാദിക്കാനൊന്നും ഒരു യാതൊരുവിധ താല്പര്യമില്ല എന്നും പ്രണവ് പറഞ്ഞു. കുറച്ച് സമാധാനം തന്നാൽ മാത്രം മതി. അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീരും കരച്ചിലും കാണാൻ വയ്യ. പ്രവീൺ അതൊന്നും കാണുന്നില്ലെങ്കിലും അവരുടെ കണ്ണീരും കരച്ചിലും പ്രണവ് കാണുന്നുണ്ടെന്നാണ് അതിൽ പറയുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ അമ്മായിയമ്മ ഭയങ്കരയാണ്, എന്നാൽ എൻ്റെ അമ്മ അങ്ങനെയല്ല, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പ്രണവ് പറയുന്നുണ്ട്. അതായത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ പ്രവീണിനെ ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ പ്രണവിനോട് ഇഷ്ടം കൂടുതലുള്ളവർ വീട്ടിൽ വന്നു കയറിയ മരുമോളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, മറു സൈഡിൽ പ്രണവിനെ ഇഷ്ടപ്പെടാത്തവർ
അല്ലെങ്കിൽ പ്രവീണിനോട് കൂടുതൽ ഇഷ്ടമുള്ളവർ അമ്മായിയമ്മ ഭയങ്കരിയാണെന്നുള്ള വാദത്തിലാണ്. അവരുടെ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകണമെന്ന് പ്രവീണിനോട് ആരും പറഞ്ഞിട്ടില്ലെന്ന് പ്രവീണിന്റെ അമ്മ പറഞ്ഞു. കുഞ്ഞിന് അവരുടെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് അവന്റെ വീടാണ്, ഇവർക്കാണെങ്കിൽ ഇത്രയും വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ലെന്നും പ്രണവിന്റെ അച്ഛൻ പറഞ്ഞു. പിന്നീട് പ്രണവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതുവരെ വേണ്ടാത്ത ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് ഗതികേട് കൊണ്ടാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർക്ക് പുറത്തിറങ്ങി നടക്കണം, ആൾക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്ന് സംസാരിക്കുന്നതെന്നാണ് പ്രണവ് പറയുന്നത്. പ്രവീൺ ഇപ്പോൾ ഇവരെല്ലാവരെയും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഈ സൈബർ ബുള്ളിങ് പോലുള്ളൊരു അവസ്ഥയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതെന്ന് പ്രണവ് പറഞ്ഞു. ആ പറഞ്ഞത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇവരുടെ ഈ സോഷ്യൽ മീഡിയയുടെ അറ്റാക്കിന് ഇട്ടുകൊടുക്കേണ്ടി വരില്ലായിരുന്നു. പിന്നീട് പ്രണവ് പറയുന്നത് പ്രണവിന് ആ യൂട്യൂബ് ചാനൽ വേണ്ട, പ്രവീണിന് ആ ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപോയിക്കോട്ടെ. പ്രണവ് ആ ചാനൽ പ്രവീണിന് ഓൾറെഡി കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. പിന്നെയും എന്തിനാണ് ഇങ്ങനെ കരുവാരി തേക്കുന്നതെന്നാണ് പ്രണവ് ചോദിക്കുന്നത്. സത്യം പറയാലോ, അവരുടെ മൂന്നുപേരെ ഇരിപ്പ് കണ്ടാൽ കഷ്ടം തോന്നും. ആകെ തകർന്നാണ് ഇരിക്കുന്നത്. അതിനു മാത്രം സൈബർ ബുള്ളിങ് ഓൾറെഡി അവർ കേട്ട് കഴിഞ്ഞു. പിന്നീട് അവരുടെ അമ്മ പറയുന്നത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, അത് അവനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്, അവനോട് ഇവിടെ വരരുതെന്നും ഇവിടെ നിൽക്കരുതെന്നും ആരും പറയില്ല എന്നും അവരുടെ അമ്മ പറഞ്ഞു. പ്രണവ് പറയുന്നത് അവന് റെന്റിന് താമസിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ അങ്ങ് പോയാൽ പോരെ, ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒറ്റ സെന്റൻസിന്റെ ഇമ്പാക്റ്റ് ആണ് ഇതെല്ലാം. എനിക്കിപ്പോൾ ഒരു അഡ്രസ്സ് ഇല്ല എന്നുള്ള ആ ഒരു വാക്കിന്റെ അല്ല ആ ഒരു സെന്റൻസിന്റെ ഇമ്പാക്റ്റ് ആണ് ഇതെല്ലാം. അവരെല്ലാം, പ്രത്യേകിച്ച് അവരുടെ അമ്മയെല്ലാം അവിടെ കാണാൻ ചെന്നപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചെറുതായിട്ടുള്ള ഒരു അവഗണന പോലെ, അതായത് എത്തിയിട്ടും തമ്മിൽ കാണാനൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ഒരു സമയത്ത് ഇവർ പുറത്തുണ്ടായിരുന്നു എല്ലാം പറയുന്നുണ്ട്. അമ്മ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെല്ലുന്ന അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലതെന്നാണ് പ്രണവ് പറയുന്നത്. നിലവിലിപ്പോൾ അവർ തമ്മിൽ അകന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. സോ കൂടുതൽ വഷളാകാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ കൊടുത്തത് നന്നായി, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് അറ്റാക്ക് മാത്രം നടന്നേനെ, അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ളത് പ്രേക്ഷകരിലേക്ക് എത്താതെ പോയേനെ. ഇതിനിടയ്ക്ക് ഒരു ദിവസം പ്രവീൺ വീട്ടിൽ വന്നിരുന്നു എന്നും കിടന്നുറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം എപ്പോഴാണ് അവൻ അഡ്രസ്സ് ഇല്ലാതായത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സൈഡ് മാത്രം കേട്ട് കമന്റ് ചെയ്യാതിരിക്കുക എന്നും ഒപ്പം കമന്റുകളിൽ കുഞ്ഞിനെ പറ്റി മോശമായിട്ട് പറയാതിരിക്കണമെന്നും അവരുടെ അമ്മ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കമന്റിൽ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നും ഭാര്യ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നും ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ നമ്മൾ ഒരു സ്ഥലത്തും പോയി ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. ഇനിവേ അവസാനമാണ് അവരുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞത്, എല്ലാവരും ഒന്നിക്കട്ടെ, എല്ലാവരും ഒരുമിച്ച് പോകണം എന്നാണ് ആഗ്രഹം, പിരിഞ്ഞു പോകണം എന്നുള്ള കാര്യമേ ചിന്തിച്ചിട്ടില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്നാണ് അച്ഛൻ പറഞ്ഞത്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ക്ഷമിക്കുമെന്നും നമ്മൾ വന്ന കഷ്ടപ്പാടിൽ മക്കൾ ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അച്ഛനമ്മമാരെന്നും ആ അച്ഛൻ പറയുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അവരുടെ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ അവസാനിക്കുന്നത്. നമ്മൾ ഈ രണ്ട് വീഡിയോയെ പറ്റി പറഞ്ഞപ്പോഴെല്ലാം തന്നെ ഈ അവസാനം ഈ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കുടുംബമാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളുവെങ്കിൽ, ഒരുമിച്ചിരുന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളുവെങ്കിൽ നിങ്ങൾ മാറി നിൽക്കരുത്. എന്തെങ്കിലും ഈഗോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക. അതല്ല, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിക്കാനും സാധിക്കട്ടെ. ഈ യൂട്യൂബിനെല്ലാം അപ്പുറം ഒരു നല്ല ജീവിതം കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. അപ്പോൾ ഏതായാലും ഈ പ്രവീൺ പ്രണവ് എന്ന ചാനലും അവരുടെ കുടുംബവും ഒക്കെ അടിപൊളിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്